ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചല്ല ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ നിങ്ങളോട് പറയാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, കാനഡയിൽ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിളുണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യമെന്നും എന്താ എല്ലാം ഞാൻ നിങ്ങളോട് വഴിയേ പറയാം. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വിഷ്ണേട്ടാ, അതെ, വിഷ്ണേൻ്റെ മോട്ടിവേഷനാണ്, ഞാൻ വഴിയേ പറയാം. ലൈഫിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നാട്ടിലുള്ളപ്പോൾ ഓടി അമ്പലത്തിൽ പോണ ആളായിരുന്നു ഞാൻ. ഇവിടെ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകാനുള്ള വഴിയൊന്നും ഇല്ല. ഇപ്പം ജീവിതത്തിൽ ഒരു വലിയ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് വരാനും എൻ്റെ കുറച്ച് സന്തോഷവും പരിഭവവും പറയാനായിട്ട് കാനഡയിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നു ഗൈസ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടും. ഇത്തവണ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റി. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പുഷ്പാഞ്ജലിയും കഴിച്ചു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചു എല്ലാവരുടെയും പേരിൽ. പിന്നെ ഇവിടെ ശനി ഞായർ വന്ന് തോന്നുന്നു, ശനി ഞായർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല അടിപൊളി സോഫ്റ്റ് നല്ല നെയ്യ് ഉണ്ണിയപ്പം കിട്ടും. അത് മേടിച്ചു $10. പിന്നെ നമ്മൾ $10 കുറച്ച് അഗർബത്തീസ് മേടിച്ചു. അതും കുറേ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. പിന്നെ വിഷ്ണുവേട്ടന് പനിക്കൂർക്ക മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പനിക്കൂർക്ക മേടിച്ചു. അതെ, പനിക്കൂർക്ക എല്ലാം നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ എന്താ കാര്യം നമുക്ക് പറഞ്ഞാലോ അവരുടെ അടുത്ത്. ഗൈസ്, ഞാനങ്ങനെ ഫൈനലി പഠിക്കാൻ പോവാണ് കാനഡയിൽ. ഞാൻ സ്പൗസ് PR ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പഠിക്കാൻ പോവാ. ഞാൻ RPN പ്രാക്ടിക്കൽ നഴ്സിംഗ് ആണ് ഞാൻ പഠിക്കാൻ പോണത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിറങ്ങി. ഇനി എനിക്ക് ബാക്ക് ടു സ്കൂൾ പോവാണല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം. സോഫ്റ്റ് ഉണ്ണിയപ്പം ഗൈസ്, സോഫ്റ്റ് ഉണ്ണിയപ്പം. ഭയങ്കര നെയ്യിൻ്റെ ഒക്കെ ഭയങ്കര നല്ല ഫ്ലേവർ. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കഴിച്ചു. അങ്ങനെ പഠിക്കാൻ പോവാനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ എൻ്റെ രക്ഷകർത്താവുമായിട്ട് ട്രോണോ പ്രീമിയം ഔട്ട്ലെറ്റിലാണ് വന്നേക്കുന്നത്. സാധാരണ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ഓഫർ ഇല്ലെങ്കിലും എനിക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു തരുന്ന വിഷ്ണുവേട്ടൻ പറഞ്ഞേക്കണേ. സോ ഐ ആം എക്സൈറ്റഡ്. വിഷ്ണുവേട്ടൻ്റെ ഒപ്പം എനിക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. ശരി, അതൊക്കെ പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീമിയം സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ട്രോണോ പ്രീമിയം ഔട്ട്ലെറ്റിലേക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ടൈമിൽ നല്ല ഓഫറിലൊക്കെ സാധനങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ ഓഫറൊന്നുമില്ല, നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കുകയും ചെയ്യാം. അല്ലേ ചേട്ടാ? അല്ലേ? ഫസ്റ്റ് നമുക്ക് അണ്ടർ ആർമറിൽ കയറാം. ഇവിടെ 40 to 50% എൻ്റെ സ്റ്റോർ ഓഫറിൽ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. താങ്ക് യു. യു ക്യാൻ ഗോ. താങ്ക് യു. ഇത് മെൻസ. നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. മീഡിയം, സ്മോൾ.
സമ്മർ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് വിന്റർ സമ്മർ ഷോപ്പ് ചെയ്യാൻ വന്നാലും ഇത് ഓഫറിൽ കിടക്കണ്ടായിരുന്നു. എത്രയോ $40 ഓഫ്. അപ്പം ഞാൻ വിചാരിച്ചു ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും തണുപ്പ് തുടങ്ങുമല്ലോ. നമ്മൾ ഫൈനലി 5-6 കട കയറിയതിന് ശേഷം അമേരിക്കൻ ഈഗിളിൽ നിന്ന് 2 ജീൻസ് എടുത്തു. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി കോളേജിൽ പോകുമ്പോൾ നമുക്ക് ജീൻസ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ജീൻസ് എടുത്തു. വലിയ ഓഫറൊന്നുമില്ല, പക്ഷേ എടുത്തു. ലിവൈസിൽ നിന്ന് നമ്മളൊരു ഷർട്ട് എടുത്തു. കാണാനൊരു ഡെനിം മോഡലാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ, ഭയങ്കര സുഖമുണ്ട് ഇടാനായിട്ട്. അങ്ങനെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ല, ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഭയങ്കര വെയിലൊക്കെ കൊണ്ട് നടന്നു. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് 2 പേർക്കും വിശക്കുണ്ട്. അപ്പോൾ വിശ്വാസം ഏതോ ഫുഡ് സ്പോട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. നല്ല വിശക്കുണ്ട്. ഇപ്പോൾ ഒരു ആനയെ കിട്ടിയാലും ഞങ്ങൾ തിന്നും. അപ്പോൾ ഇനി ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. വിഷ്ണുവിനൊരു ബീഫ് മന്തി ഓർഡർ ചെയ്തു, പക്ഷെ ഞാനും കൂടെ കഴിക്കും. ഞാൻ ബീഫ് ഫ്രൈയും പൊറോട്ടയും, അത് വിഷ്ണുവേട്ടനും കഴിക്കും. അല്ല വിഷ്ണുവേട്ട? അങ്ങനെ ഫാമിലിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. വിഷ്ണുവേട്ടാ ടയർഡായോ? ഞാനും ടയർഡായി ഗൈസ്. വയറും ഫുള്ളായി, പുറത്ത് ഭയങ്കര ചൂടുമാണ്, ആകെ ഒരവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.